എന്തായാലും ഓണക്കാലം എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഓണവിപണിയിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ കച്ചവടം നടക്കുമെന്ന ഒരു ധാരണയൊക്കെ കച്ചവടക്കാർക്കൊക്കെ ഉണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും പ്രതിസന്ധിയിലാകുന്ന ഒരു വിഭാഗക്കാരുണ്ട്, അത് കർഷകരാണ്. അവർ പ്രതീക്ഷിക്കുന്ന വില മാർക്കറ്റിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറും. ഇത് അത്തരത്തിലൊരു വിവരത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് നിരവധി കർഷകർ കൃഷി ഇറക്കിയിട്ടുണ്ട്. എന്നാൽ വിലയിടിവിൽ നട്ടം തിരിയുകയാണ് ഇടുക്കിയിലെ ഏത്തവാഴ കർഷകർ. ഏത്തവാഴ കൃഷി ഇത്തവണ അത് ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ ഫലം എന്ന് അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഓണക്കാലം അടുത്തിട്ടും ഏത്തക്കായ്ക്ക് 45 രൂപയിൽ താഴെയാണ് ഇപ്പോൾ വില. കിലോയ്ക്ക് 55 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ നഷ്ടം ഒഴിവാക്കാനാകൂ എന്നാണ് ഈ കർഷകർ പറയുന്നത്. ഓണം വിപണി ലക്ഷ്യം വെച്ചിറക്കിയ ഏത്തവാഴ കൃഷിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ മെച്ചപ്പെട്ട വില ലഭിക്കാത്തതാണ് ഇപ്പോൾ തിരിച്ചടിയാകുന്നത്. കാലവർഷത്തിലെ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായി വാഴകൃഷി നശിച്ചെങ്കിലും ബാക്കി വന്ന ഏത്തക്കുലകളുടെ വിളവെടുപ്പ് തുടങ്ങി. നിലവിലെ വില വെച്ച് ഉൽപാദന ചെലവ് പോലും ലഭിക്കുന്നില്ല. 38 മുതൽ 45 രൂപയിൽ താഴെ വരെ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വില. 55 രൂപയെങ്കിലും കിലോയ്ക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നഷ്ടം ഒഴിവാക്കാനാകൂ എന്നാണ് കർഷകർ പറയുന്നത്. നിലവിലിപ്പോൾ വില കുറവാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കുറവാണ്. ഇപ്പോൾ അത് 40 രൂപ, 42 രൂപ, 45 രൂപയിലാണ് ഇപ്പം കർഷകരോട് ഇവരെടുക്കുന്നത്. മാർക്കറ്റിൽ നല്ല വിലയ്ക്ക് അവർ വിൽക്കുന്നുമുണ്ട്. നമുക്കൊരു 50-55 രൂപ കിട്ടിയാൽ മുതലാവും. ഇപ്പോൾ നമുക്ക് 10,000 വാഴയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 150 വാഴ ഇതിനകത്ത് പോകും, കേടായിട്ടും ഒടിഞ്ഞും. ചിലവെല്ലാം കൂടെ കൂട്ടി നമുക്ക് 1000 വാഴ പരിപാലിക്കണ ഒരു 3 ലക്ഷം രൂപ കൃഷി ആകുമ്പം നമുക്ക് മുടക്ക് വരും. മുൻ വർഷങ്ങളിൽ ശരാശരി 15 കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്ന കുല ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ 10 കിലോയോളം മാത്രമാണ് തൂക്കമുള്ളത്. ഒരു കുല വെട്ടി വിറ്റാൽ കർഷകന് 400 രൂപ പോലും ലഭിക്കാത്ത സാഹചര്യം. വിത്ത് വെക്കുന്നത് മുതൽ കുല വെട്ടുന്നത് വരെയുള്ള ചെലവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാമമാത്രമായ തുക മാത്രമാണ് കർഷകന് ലഭിക്കുക. ന്യായവില ലഭിക്കുന്നതിനും കടക്കണിയിലേക്ക് കൂപ്പുകുത്തുന്ന കർഷകരെ പിടിച്ചു നിർത്തുന്നതിനും സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നാണ് ഇപ്പോഴുയരുന്ന ആവശ്യം. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.